വെൽക്കം ടു മൈ ചാനൽ ഹിമയ. ഞാൻ ഇന്ന് ഒരു പുതിയ കോളറുമായിട്ടാണ് വന്നേക്കുന്നത്. കോളർ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അതിൽ പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഒന്ന് സുഹാസിനി കോളർ, അംബിക കോളർ, ഓൾട്ടർ നെക്ക്, ഹൈ നെക്ക്, ഇങ്ങനെ എല്ലാം പറയുന്നൊരു കോളറാണ്. ഇത് തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കോളറാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്ന. ആർക്ക് വേണേലും ഏതളവിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഷോൾഡർ ആണ്. ഒരു ചുരിദാറിനാണ്, ബ്ലൗസിനും എന്തിനു വേണേലും നമുക്ക് ചെയ്യാം, ഫ്രോക്കിനൊക്കെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഷോൾഡർ ലെങ്ത് ആണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ രണ്ട് പീസ്, ഒരു പീസ് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഇട്ടിട്ടുണ്ട്, ഒരു പീസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കാരണമുണ്ട്, അത് പറഞ്ഞുതരാം. ഓക്കെ, അത് പിന്നാലെ പറയാം. അപ്പം ഞാൻ ഇവിടെയാണ് ഷോൾഡർ എടുക്കുന്നത്. നമുക്ക് ഷോൾഡർ അളവെന്ന് പറയുന്നത് 16 ഷോൾഡർ ആണ്. അപ്പം ഞാൻ ഫുൾ ഷോൾഡർ ആണ് എടുക്കുന്നത്. 8 ഇഞ്ച് ഷോൾഡർ എടുത്തു. ഓക്കെ, 8 ഇഞ്ച് ഷോൾഡർ എടുത്തു. അത് തന്നെ കോളറിനെല്ലാം നമ്മൾ അത് തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു തരേണ്ട കാര്യമില്ല. 8 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ ഡെപ്ത് കൊടുത്തു കേട്ടോ. 8 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ ഡെപ്ത് എടുത്തു. അതുപോലെ തന്നെ 8 ഇഞ്ച് ഷോൾഡർ എടുത്തു. അതായത് ഫുൾ ഷോൾഡർ ആണ് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഈ കോളർ എടുക്കുമ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ഇനി നമ്മളിപ്പോൾ ആദ്യം എടുക്കുന്ന പീസ് എന്ന് പറയുന്നത്, ഞാൻ ബാക്ക് പീസാണ് എടുക്കുന്നത് കേട്ടോ. ബാക്കാണ് ആദ്യം അളവ് പറഞ്ഞു തരാൻ പോകുന്നത്, ബാക്കിൻ്റെയാണ്. അപ്പൊ നമുക്ക് ബാക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഫുൾ ഷോൾഡർ എടുത്തു, അത് തന്നെ നമ്മൾ ആം ഹോൾ ഡെപ്തും എടുത്തു. ഓക്കെ, ഇതിന്റെ കഴുത്തകലം എടുക്കുന്നത് ചെസ്റ്റിന്റെ 12 നമ്മൾ ഈ ഓൾട്ടർ നെക്കിന് അല്ലെങ്കിൽ ഈ സുഹാസിനി കോളറിന് നമ്മൾ കഴുത്തകലം എടുക്കുന്നത് ചെസ്റ്റിന്റെ 12 അപ്പൊ അതെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് അത് വലുതായിട്ട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പരന്നിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, ഓരോ അളവുകൾ എടുക്കുമ്പോഴും നമ്മൾ ആളുകളെ നോക്കണം, എങ്ങനെയുള്ള ആളുകളാണ്, അവരുടെ കഴുത്തിന്റെ ചുറ്റും. ഇപ്പൊ നെക്കിന്റെ 5 എടുക്കുക, 6 എടുക്കുക, ഇതെല്ലാം നമ്മൾ ഓരോരുത്തരെ നോക്കിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ, അളവുകൾ നോക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ചെസ്റ്റിന്റെ 12 എടുക്കുന്നതെങ്കിലും അതിൽ നിന്ന് ഞാൻ 1/4 ഇഞ്ച്, ഒരു 1/2 ഇഞ്ചോളം മൈനസ് ചെയ്യാണ്. അതായത് ഇതിന്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 38. അപ്പൊ ഞാൻ ഈ അളവിന്റെ ഈ 16 ഷോൾഡറിന്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 38. 38 വരുമ്പോ 12, 3, 36 അല്ലേ? 38 വരുമ്പോ നമുക്ക് വീണ്ടും ഒരു 0.1, 3.2 ഒക്കെ വരും. അപ്പൊ നമ്മൾ അങ്ങനെ പോകുന്നില്ല. ഞാൻ അതിൽ നിന്ന് 2.25 എടുക്കുന്നുള്ളൂ. അതായത് 3 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ മലന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ ആദ്യം തയ്ച്ചു നോക്കുക, എന്നിട്ട് നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ആളുകളെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ അളവുകളും എടുക്കേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് ഫുൾ ഷോൾഡർ നമ്മൾ എടുത്തിട്ടു. കഴുത്തകലം എടുക്കുന്നത്, അതായത് നെക്ക് വിട്ടെടുക്കുന്നത് 2.25 2.25 എടുത്തത് ഞാൻ ചെസ്റ്റിന്റെ 12 കണ്ടിട്ട് അതിൽ നിന്ന് ഒരു കാലിഞ്ചല്ല, 1/2 ഇഞ്ചിനടുത്ത് ഞാൻ മൈനസ് ചെയ്തിട്ടാണ് എടുത്തേക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു 1/4 ഇഞ്ചൊക്കെ എടുത്താലാണ് ഈ കോളർ നന്നായിട്ട് വരുന്നത്. അത് നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ചെയ്ത് നോക്കിയിട്ട് കേട്ടോ. ഇനി ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് 1/4 ഇഞ്ചാണ്. അപ്പൊ ഞാനത് ബാക്കിന് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ, ബാക്ക് കട്ട് ചെയ്യില്ല കേട്ടോ. ഈ ബാക്ക് പീസ് കട്ട് ചെയ്യില്ല, കണ്ടല്ലോ. ബാക്ക് പീസ് നമ്മൾ ഇവിടെ 2.25 എടുത്തത്, കഴുത്തകലം എടുത്തത്, 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. ഇനി ആം ഹോൾ നമ്മൾ ആം ഹോൾ വരച്ചു. സാധാരണ നമ്മൾ ബാക്ക് എങ്ങനെ വരയ്ക്കുന്നത് അതുപോലെ തന്നെ ആം ഹോൾ വരച്ചു. ഓക്കെ, ഇത്ര എടുത്തു. ഇനി അടുത്തത് ഫ്രണ്ട് ആണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് കോളർ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയാണ് കോളർ കട്ട് ചെയ്യുന്നത്. അതിനാണ് ഞാൻ ഈ പീസ് ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് ബാക്ക് പീസാണ്. ഈ ബാക്ക് പീസിന്റെ മുകളിലേക്ക് ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴുത്തകലം എത്ര ആണോ അതാണ് നമ്മൾ മുകളിലേക്ക് ഉയർത്തേണ്ടത്. മനസ്സിലായോ? നമ്മുടെ കഴുത്തകലം എത്ര ആണോ കഴുത്തകലം എടുക്കേണ്ടത്, ആ കഴുത്തകലം തന്നെയാണ് നമ്മൾ മുകളിലേക്ക് ഉയർത്തേണ്ടത്. അപ്പൊ ഞാൻ 2.25 എടുത്തത്. ആ 2.25 തന്നെ ഞാൻ മുകളിലേക്ക് ഉയർത്തി കൊടുത്തു.
ഓക്കെ, കണ്ടോ? അപ്പൊ നമ്മൾ കഴുത്തകലം എത്രയാണ്, ഇതാണ് പോയിന്റ്. ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ് ഇതാണ്. നമ്മൾ എത്രയാണോ കഴുത്തകലം എടുത്തത് ആ കഴുത്തകലം തന്നെ മുകളിലേക്ക് ഉയർത്തുക. അതിന്റെ കോളറിന്റെ വീതിയാണ്, അതായത് ഈ കോളർ വീതി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കോളർ വീതി എടുക്കുന്നത്. ചിലർക്ക് ഇങ്ങനെ നല്ല ഭംഗിയിൽ വലുതായിട്ടിരിക്കണം, ചിലർക്ക് അതിൽ ചെറുതായിരിക്കണം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ കോളർ വീതി നമ്മൾ എടുക്കുന്നത് കറക്റ്റ് അളവ് എത്ര ആണോ ആ അളവിൽ എടുക്കുന്നത്. നമ്മൾ സ്റ്റിഫേലാണ് എടുക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഇതേലും നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടി തന്നെ ഇട്ടാലല്ലേ നമുക്ക് സ്റ്റിഫിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളർ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അപ്പൊ 1 ഇഞ്ചാണ് നമ്മൾ കോളർ വീതി എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 1.5 തന്നെ എടുക്കണം, വേണ്ടേ? ഇവിടെ ഞാൻ 1.5 എടുത്തു. ഓക്കെ, 1.5 എടുത്തിട്ട് നേരെ തന്നെ ആ പോയിന്റിലേക്ക്, അപ്പൊ ഇതാണ് നമുക്ക് 2.25 എടുത്തിട്ടേക്കുന്നത്, ആ 2.25 വരച്ചു. 1.5 1.25 എടുക്കാം നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കേട്ടോ. എടുത്തിട്ട് വരച്ചിട്ടു. ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഇവിടുന്ന്, അതായത് കഴുത്തകലം എത്ര ആണോ ആ പോയിന്റിൽ നിന്നാണ് 2.25 ആദ്യം ഉയർത്തിയത്. ഓക്കെ, ഇവിടുന്നാണ് 2.25 ഉയർത്തിയത്. എന്നിട്ട് പിന്നെ നമ്മൾ കോളർ 1.5 ഇഞ്ച് എടുത്തു. 1.5 ഇഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിഫേൽ 1 ഇഞ്ച് മതി. ഇത് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് 1.25 വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. 1.25, അത് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക. എടുത്തിട്ട് നമ്മൾ നേരെ ആ 2.25 വരച്ചു. ഇനി ഈ സൈഡിൽ നിന്ന് 1/4 ഇഞ്ച് കൂടെ ഉയർത്തി കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ തയ്യൽ തുമ്പ് വരയ്ക്കേണ്ടത് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ഇവിടെ നിന്ന് ഇവിടെ 1/4 ഇഞ്ച് ഉയർത്തി, 1/4 ഇഞ്ച് ഉയർത്തിയിട്ട് അത് ഇങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, ഇങ്ങോട്ട് വരച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൂടെ കൊടുത്തു. മനസ്സിലായല്ലോ? അതായത് കഴുത്തകലം എടുത്തു, അത് ആ കഴുത്തകലം തന്നെയാണ് നമ്മൾ ഫ്രണ്ടില് മുകളിലേക്ക് ഉയർത്തിയത്. അതിനുശേഷം ഈ സൈഡിൽ നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് അതിൽ തന്നെ നമ്മൾ ആ കഴുത്തകലം തന്നെ ആദ്യം അടയാളപ്പെടുത്തി. അവിടെ നിന്ന് നമ്മൾ 1/4 ഇഞ്ച് ഉയർത്തിയപ്പോ ഇങ്ങനെ വന്നു. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൊടുത്തു. ഓക്കെ, കണ്ട? ഇതെല്ലാം ഞാൻ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് അളവ്. ഈ സൈഡ് മാത്രമാണ് 1/4 ഇഞ്ച് ഉയർത്തേണ്ടത്. ഈ സൈഡ് നമുക്ക് ഇവിടോട്ട് വന്ന് ചേരുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആ തയ്യൽ തുമ്പും എടുത്തു. ഇതാണ് ബാക്ക് പീസ്, ഫ്രണ്ട് പീസ് വരുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട് പീസ് നമുക്കൊന്ന് വരച്ചിടണമല്ലോ. ബാക്ക് ഞാൻ മാറ്റി, ബാക്ക് മാറ്റിയിട്ട് ഫ്രണ്ട് 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് എടുത്തു. ഇങ്ങനെ നേരെ താഴേക്കാണല്ലോ വരുന്നത് ആം ഹോൾഡ്. 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്, കണ്ട? ഷോൾഡർ സ്ലോപ്പ് എടുത്തു. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്കിനി ഫ്രണ്ട് കഴുത്തിറക്കം എടുക്കണമല്ലോ. ഇതാണ് നമ്മളുടെ കോളർ വരുന്നത്. കോളർ എടുത്തു. ഇനി നമ്മൾ കഴുത്തിറക്കം എടുക്കണം. ഇറക്കം നമ്മൾ എടുക്കുന്ന ഇവിടെ നിന്നാണ്. നമ്മൾ സാധാരണ എത്ര ആണോ എടുക്കുന്നത് അതിനെക്കാട്ടിൽ 1 ഇഞ്ച് കൂടെ നമുക്ക് കൂട്ടിയെടുക്കാം. സാധാരണ എടുക്കുന്ന 6.5 ആണെങ്കിൽ നമുക്ക് 7.5 എടുക്കാം. 7.5 ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ 7.5 മാർക്ക് ചെയ്തു. 7.5. ഓക്കെ, അവിടെ നിന്ന് ഇവിടേക്കുള്ള അകലം ഞാൻ എടുക്കുന്നത് ഇങ്ങനെ നമുക്കൊരു വിത്ത് അടയാളപ്പെടുത്തി ഇടണം. അത് വേറൊന്നിനും അല്ല, നമുക്കിതിന് ഭയങ്കര ഇടുങ്ങിയിരിക്കും. അപ്പൊ ഒന്ന് വലുതാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കൊടുത്തത്. ഇനി നമ്മൾ ഈ നെക്ക് വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഈ നെക്ക് വരയ്ക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ചരിച്ച് ഇങ്ങനെ ഒരു ചരിവ് വരും, കണ്ടോ? ചരിവ് വന്നിട്ട് അത് ഷേപ്പാണ്. ആ ഷേപ്പ് വന്നിട്ട് ഇവിടുന്നേ ഇങ്ങനെ വിടർന്നാണ് വരുന്നത്. വിടർന്ന് കണ്ടോ? ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണേലും വരയ്ക്കാം. നിങ്ങൾക്ക് റൗണ്ട് വേണേ റൗണ്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ളതനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോ ഇത് വരച്ചിട്ടത് ഈ അളവിന് വേണ്ടിയിട്ടാണ്. കണ്ടോ? ഈ അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ 1 ഇഞ്ച് 1.5 ഇഞ്ച് മുകളിലാക്കിയിട്ട് നിങ്ങൾ ആ അളവ് കൊടുത്താലും മതി. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ഇതിന്റെ സെന്റർ കാണുക. സെന്റർ കണ്ടിട്ട് 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഫ്രണ്ട്. മനസ്സിലായോ? ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഓക്കെ, ബാക്ക് ഞാൻ ആദ്യം
കാണിച്ചു തന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ഈ കോളർ മാത്രമാണ്. കോളർ എടുക്കുന്നത് കഴുത്തകലം എത്രയാണോ അത് തന്നെ മുകളിലേക്ക് ഉയർത്തും. ഈ സൈഡിൽ ഇവിടുന്ന് കാലിച്ചൂട് ഉയർത്തി കൊടുക്കും. അത് എന്നിട്ട് സ്ലോപ്പ് ആക്കും. എന്നിട്ട് തയ്യൽ തുമ്പ് വിടും. ഇത്രയാണ് ഇതിലുള്ളത്. നമ്മൾ സ്റ്റിഫ് വെട്ടുമ്പോൾ നമുക്ക് 1 ഇഞ്ച് മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കോളറിന്റെ ലെങ്തിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതാണ്. അപ്പൊ ഇനി തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. ഇത് നന്നായിട്ട് മനസ്സിലായി കാണും. അപ്പൊ നമുക്ക് തയ്ക്കുന്നതായിട്ട് കാണാം. ഓക്കെ. ഇനി സ്റ്റിഫ് വെട്ടുന്നവിടെ നിങ്ങൾക്ക് കാണിച്ചാണ്. അത് ഈ കഴുത്തകലം നമ്മൾ എടുത്തു കഴിഞ്ഞാല് ആ കഴുത്തകലത്തിന്റെ അതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിഫ് വെട്ടിയെടുക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇത് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ് ഈ ഒരു പീസ് കേട്ടോ. അപ്പൊ ആ പീസാണ് ഞാൻ ആ പീസ് വെച്ച് വരയ്ക്കാൻ പോവാണ്. നമുക്ക് കോളറല്ലേ വേണ്ടത്. കോളറ് ചരിഞ്ഞാണ് ഇരിക്കണത്. കണ്ടോ, ഈ ഷേപ്പിലാണ് നമുക്ക്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ചാണ് വേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ ആ 1 ഇഞ്ച് തന്നെ എടുത്താൽ മതി. സ്റ്റിഫേല് നമ്മൾ 1 ഇഞ്ചിൽ തന്നെ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്. നമുക്ക് ആ 1 ഇഞ്ച് തന്നെ നമുക്ക് മതി. ഒരു ഇഞ്ചാണ് എടുക്കണം കേട്ടോ. ഒരു ചെറിയ ചരിവുണ്ടല്ലോ അവിടെ. ഞാൻ കറക്റ്റ് ചെയ്യാം. ചുമ്മാ ഞാൻ ആദ്യം വരച്ചിട്ടാണ്. 1 ഇഞ്ച് 1 ഇഞ്ച് ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ആ തയ്യൽ തുമ്പിന്റെ ആവശ്യം അവിടെ ഇല്ല. നമ്മൾ ആ 4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തല്ലോ, അത് നമുക്ക് വേണ്ട, ഇതിൽ വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ആ തയ്യൽ തുമ്പോട് ഇട്ട് തയ്ക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തയ്യൽ തുമ്പ് എടുക്കാം കേട്ടോ. എടുത്ത് കൂടെ അടിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. കണ്ട വെട്ടിയെടുത്തേക്കാം. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് തുണിയിലേക്ക് അയൺ ചെയ്ത് ഒട്ടിക്കണം. തുണി എടുക്കുമ്പോൾ ഇവിടെ 4 ഇഞ്ച് കൂട്ടിയിടണം കേട്ടോ. അത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഇത് വെട്ടുമ്പോൾ നമ്മൾ കഴുത്ത് വെട്ടിയതാണ്, കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ
നമുക്ക് എപ്പോഴും ഒന്നിൽ 1/4 ഇഞ്ച് കൂടെ കൂട്ടി അങ്ങോട്ട് വെട്ടേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിഫ് നിങ്ങൾ അതേലേക്ക് വെച്ച് അടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അതായത് നമ്മൾ നെക്ക് വെട്ടിക്കളഞ്ഞതാണ്, അതങ്ങനെ വെട്ടാതെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ ഈ സ്റ്റിഫ് അതിൻ്റെ ഒപ്പം വെച്ച് അടിച്ചു കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിഫ് നമ്മൾ 1/4 ഇഞ്ച് ഇങ്ങനെ കൂടെ കളഞ്ഞിട്ട്, ഇപ്പം 3/4 ഇഞ്ചേ വരുള്ളൂ. അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇതേ വരുള്ളൂ കേട്ടോ. തയ്യൽ തുമ്പ് അതിൽ പോവും. അത് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ.